അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അഹ്ലൻ വസഹ്ലൻ മർഹബൻ ബിക്കും. പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, ഇൽമുൽ ബലാഗയിലെ ഇൽമുൽ ബയാൻ എന്ന ആദ്യത്തെ ഭാഗത്തെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് അത്തഷ്ബീഹ് എന്നത്. തഷ്ബീഹിനെ കുറിച്ചാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. തഷ്ബീഹുമായി ബന്ധപ്പെട്ട ധാരാളം ചോദ്യങ്ങൾ നമ്മുടെ PSC പരീക്ഷകളിൽ സ്ഥിരമായി ചോദിക്കപ്പെടുന്നവയാണ്. അത്തഷ്ബീഹ് എന്താണ്, ഡെഫിനിഷൻ, അർക്കാനു തഷ്ബീഹ്, അഗ്റാദു തഷ്ബീഹ് എന്നിവയാണ് ഈ ഒരു ക്ലാസ്സിനകത്ത് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ ഭാഗങ്ങളൊക്കെ കൂടുതൽ പ്രാധാന്യമുള്ളതാണ്. തഷ്ബീഹ് തഷ്ബീഹ് എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ബയാനു അന്ന ഷൈഅൻ ഔ അഷ്യാഅ ശാറകത് ഗൈറഹ ഫി സിഫത്തിൻ ബി അദാത്തിൻ ഹിയൽ കാഫു ഔ നഹ്വുഹ മൽഫൂളതൻ ഔ മൽഹൂളതൻ. ഡെഫിനിഷനാണ് ബയാനു വിശദീകരിക്കുക അന്ന ഷൈഅൻ ഔ അഷ്യാ, ഒന്നോ അതിലധികമോ വസ്തുക്കൾ. ഒരു വസ്തുവിനെ കുറിച്ച് പറയുന്നതാണെങ്കിൽ ആ ഒരു വസ്തു, അല്ലെങ്കിൽ കൂടുതൽ വസ്തുക്കളെ കുറിച്ച് പറയുന്നതാണെങ്കിൽ ആ വസ്തുക്കളെല്ലാം ഷാറക്കത്ത് ഗൈറഹ, മറ്റു വസ്തുവിനോട് പങ്കു ചേർന്നിട്ടുണ്ട്, ഫി സിഫത്തിൻ ഏതെങ്കിലും ഒരു വിശേഷണത്തിൽ, ബി അദാത്തിൻ ആ വിശേഷണത്തിൽ പങ്കു ചേർന്നു എന്ന് അറിയിക്കാൻ ബന്ധിപ്പിക്കുന്നത് ഒരു അദാത്താണ്, ഒരു ഹർഫാണ്. അത് കാഫ് വനഹ്വുഹ, കൂടുതലും കാഫ്, ക അസദിൻ, ക നമീരിൻ, കശംസി, കാഫായിരിക്കാം, ഔ നഹ്വുഹ അല്ലെങ്കിൽ കാഫിനെ പോലത്തെ മിസ്ലു, നഹ്വു തുടങ്ങിയവയൊക്കെ ആകാം. മൽഫൂളത്തൻ ഔ മൽഹൂളത്തൻ, മൽഫൂളത്തൻ ഈ അദാത്ത് ആ സെന്റൻസിൽ പറയപ്പെടാം. മൽഫൂളത്തൻ ആ ലഫ്ള് അവിടെ പരാമർശിക്കപ്പെടാം. ഔ മൽഹൂളത്തൻ അവിടെ പരാമർശിക്കപ്പെട്ടിട്ടില്ല, പക്ഷെ സൂചിപ്പിക്കപ്പെട്ടിട്ടേ ഉള്ളൂ. ചിലപ്പോൾ കളയപ്പെട്ടിട്ടുണ്ടാകാം, പക്ഷെ സങ്കല്പിക്കപ്പെടും. ഇങ്ങനെ ഒരു അദാത്ത് കൊണ്ട് ഒരു വസ്തു മറ്റൊരു വസ്തുവിനോട് ഒരു വിശേഷണത്തിൽ പങ്കു ചേർന്നിട്ടുണ്ട് എന്ന് വിശദീകരിക്കുന്നതിനാണ് നമ്മൾ തഷ്ബീഹ് എന്ന് പറയുക. ഈ ഡെഫിനിഷനിൽ തന്നെ നമുക്ക് തഷ്ബീഹിൽ ഉണ്ടാകേണ്ട 4 ഘടകങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആദ്യം, ഒരു വസ്തുവിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്, ആ വസ്തു പങ്കു ചേർന്നിട്ടുണ്ട് എന്ന്. എന്തിനോടാണ് അത് പങ്കു ചേർന്നത്? ഗൈറഹ, മറ്റൊരു വസ്തുവിനോട് പങ്കു ചേർന്നിട്ടുണ്ട് എന്ന് വിശദീകരിക്കുന്നു. ഫി സിഫത്തിൻ ഒരു വിശേഷണത്തിൽ പങ്കു ചേർന്നിട്ടുണ്ട്. പങ്കു ചേർന്നു എന്ന് അറിയിക്കാൻ ഈ സെന്റൻസിൽ കൊണ്ടുവരുന്ന കണക്ടർ ബന്ധിപ്പിക്കുന്നതാണ് അദാത്ത്. അപ്പോൾ ഈ 4 ഘടകങ്ങളായിരിക്കും ഒരു തഷ്ബീഹിന്റെ അകത്ത് ഉണ്ടാവുക എന്ന് ഈ ഡെഫിനിഷനിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഉദാഹരണം നോക്കൂ. അന്ത കല്ലൈസി ഫി ശജാഅതി വൽ ഇഖ്ദാമി വസ്സൈഫി ഫി ഖിറാഇൽ ഖുതൂബി എന്നത് രാജാവിനോട് പറയുന്നതാണ്. അന്ത കല്ലൈസ്, രാജാവേ അങ്ങ് സിംഹത്തെ പോലെയാണ്. ഫി ശജാഅതി വൽ ഇഖ്ദാമി, ധീരതയുടെ വിഷയത്തിലും മുന്നോട്ട് കാലെടുത്ത് വെച്ച് ധൈര്യമായിട്ട് പോകുന്ന വിഷയത്തിലും താങ്കൾ സിംഹത്തെ പോലെയാണ്. അന്ത കല്ലൈസി, അന്ത കല്ലൈസി താങ്കൾ സിംഹത്തെ പോലെയാണ്. ഫി ശജാഅതി ധീരതയുടെ വിഷയത്തിൽ. നമ്മൾ പറഞ്ഞ പോലെ ഒരു വസ്തു, രാജാവ് എന്ന ഒരാളെ മറ്റൊരാളോട് മറ്റൊരു വസ്തുവിനോട് തുല്യമാണെന്ന് പറയുന്നു. ഫി ശജാഅതി ഒരു വിശേഷണത്തിൽ അതിനെ സൂചിപ്പിക്കാൻ കാഫിടുണ്ട്. വസ്സൈഫി ഫി ഖിറാഇൽ ഖുതൂബി, പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ അഭിമുഖീകരിക്കാൻ താങ്കൾ വാളിനെ പോലെയാണ്. വാളുകൊണ്ട് പ്രശ്നത്തെ ഉടനടി ഇല്ലാതാക്കാൻ പറ്റും. ഒരു ശത്രു വന്നിട്ടുണ്ടെങ്കിൽ വാളുകൊണ്ട് തുടച്ചു നീക്കാൻ പറ്റും. എന്നതുപോലെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നതിലും പ്രശ്നങ്ങളുമായിട്ട് സംവദിക്കുന്നതിലും താങ്കൾ വാളിനെ പോലെയാണ് എന്ന് രാജാവിനോട് പറയുന്നു. വസ്സൈഫി, ഇവിടെ അടുത്ത തഷ്ബീഹ് അന്ത കസ്സൈഫി, താങ്കൾ വാളിനെ പോലെയാണ്. ഫി ഖിറാഇൽ ഖുതൂബി, പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നതിൽ. അപ്പോൾ തഷ്ബീഹ് എന്നത് ഇതിനാണ് പറയുക. നമ്മൾ ബലാഗ പഠിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്ന്, ബലാഗയിൽ പരമാവധി ഉദാഹരണങ്ങൾ മനസ്സിലാക്കി പോവുകയാണ് വേണ്ടത്. ബലാഗയിലെ തഷ്ബീഹ് എന്താണെന്നുള്ള ഡെഫിനിഷൻ നമുക്കറിയാം, പക്ഷെ പ്രാക്ടിക്കലി ആണ് നമ്മുടെ ചോദ്യങ്ങൾ കൂടുതൽ വരുന്നത് PSC പരീക്ഷകളിൽ. അതുകൊണ്ട് ധാരാളം ഉദാഹരണങ്ങൾ മനസ്സിലാക്കിയിട്ട് തഷ്ബീഹിന്റെ വ്യത്യസ്ത ഇനങ്ങളും തഷ്ബീഹിന്റെ ഡെഫിനിഷനൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നതാണ് കൂടുതൽ. ഉദാഹരണങ്ങളുമായി ബന്ധപ്പെട്ടതാണ് കാര്യമായി ചോദ്യങ്ങൾ വരുന്നത്. അർക്കാനു തഷ്ബീഹ്, തഷ്ബീഹിന്റെ റുക്കിനുകൾ. നമ്മൾ ഡെഫിനിഷനിൽ തന്നെ മനസ്സിലാക്കി തഷ്ബീഹിന് 4 റുക്കിനുകളുണ്ട്, ഘടകങ്ങളുണ്ട് എന്ന്. അർക്കാനു തഷ്ബീഹി അർബഅത്തുൻ, അവ 4 എണ്ണമാണ്. ഹിയ അൽ മുഷബ്ബഹ്, ഒരു തഷ്ബീഹ് ഉണ്ടാകുമ്പോൾ അതിൽ ആരെയാണോ സാദൃശ്യപ്പെടുത്തുന്നത്. വൽ മുഷബ്ബഹ് ബിഹി, ആരോടാണ് സാദൃശ്യപ്പെടുത്തുന്നത്. വയുസമ്മയാനി ത്വറഫൈ തഷ്ബീഹ്, മുഷബ്ബഹ് ബിഹിക്ക് വിളിക്കുന്ന പേരാണ് ത്വറഫു തഷ്ബീഹ്. ത്വറഫ അത്തഷ്ബീഹ്, തഷ്ബീഹിന്റെ 2 ഭാഗങ്ങൾ. ത്വറഫൈ തഷ്ബീഹ്, തഷ്ബീഹിന്റെ 2 ഭാഗങ്ങൾ.
മുഷബ്ബഹ് മുഷബ്ബഹ് ബി എന്നതാണല്ലോ തഷ്ബീഹിന്റെ രണ്ട് ഭാഗങ്ങൾ. അപ്പോൾ ഇവകൾക്കാണ് ത്വറഫു തഷ്ബീഹ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് മൂന്നാമത്തേതാണ് അദാത്തു തഷ്ബീഹ്. തഷ്ബീഹ് നടത്താനുള്ള ഉപയോഗിക്കുന്ന പദം കാഫ്, മിസ്ല, കഅന്ന. അപ്പോൾ വജ്ഹു ഷബഹ് ഏത് വിഷയത്തിലാണ് ഇവർ തമ്മിൽ സാമ്യതയുള്ളത് എന്നത് വജ്ഹു ഷബഹ്. ഇങ്ങനെ 4 എണ്ണമാണ് തഷ്ബീഹിന്റെ റുക്നുകൾ. വയജിബു അൻ യകൂന അഖ്വ വ അൽഹർ. വജ്ഹു ഷബഹ് കൂടുതൽ ശക്തിയുള്ളതും പ്രകടവുമായിരിക്കും ഫിൽ മുഷബ്ബഹി ബിഹി, മുഷബ്ബഹ് ബിഹിയിൽ, മിൻഹു ഫിൽ മുഷബ്ബഹി, മുഷബ്ബഹിനുള്ളതിനേക്കാൾ. രാജാവ് സിംഹത്തെ പോലെയാണ് ധീരതയുടെ വിഷയത്തിൽ എന്ന് പറയുന്ന സമയത്ത് ഈ ധീരത എന്ന വജ്ഹു ഷബഹ് മുഷബ്ബഹ് ബിഹിയിൽ കൂടുതലായിരിക്കും. മുഷബ്ബഹ് ബിഹിയിൽ കൂടുതൽ പ്രകടവും എല്ലാവരും അംഗീകരിക്കുന്നതായിരിക്കും. അതിനോട് പോലെയാണ് രാജാവ് എന്നുമാണ് നമ്മൾ പറയുന്നത്. അതാണ് വജ്ഹു ഷബഹ് എപ്പോഴും മുഷബ്ബഹ് ബിഹിയിലായിരിക്കണം കൂടുതൽ പ്രകടമാകുന്നതും കൂടുതൽ ശക്തിയുള്ളതും മിൻഹു ഫിൽ മുഷബ്ബഹി, മുഷബ്ബഹിൽ ഉള്ളതിനേക്കാൾ. നമുക്ക് ഈ ഒരു ഉദാഹരണത്തിൽ നിന്ന് അർക്കാനു തഷ്ബീഹ് 4 എണ്ണവും കൃത്യമായി മനസ്സിലാക്കാം. അലിയുൻ കന്നമിരി ഫി ശജാഅത്തി. അലി നരിയെപ്പോലെയാണ് ധീരതയുടെ വിഷയത്തിൽ എന്നതിൽ അലി എന്നത് മുഷബ്ബഹാണ്, നമിർ എന്നത് മുഷബ്ബഹ് ബിഹിയാണ്. ഇവ രണ്ടിനും നമ്മൾ വിളിക്കുന്ന പേരാണ് ത്വറഫ അത്തഷ്ബീഹ്, തഷ്ബീഹിന്റെ 2 ഭാഗങ്ങൾ. അപ്പോൾ അലിയുൻ, അലി കന്നമിരി, ഈ ക എന്നതിനെയാണ് അദാത്തു തഷ്ബീഹ് എന്ന് വിളിക്കുന്നത്. ഫി ശജാഅത്തി, ധീരതയുടെ വിഷയത്തിലാണ് ഈ ഷജാഅത്തി എന്നതാണ് വജ്ഹു ഷബഹ്. നമ്മൾ ഈ അർക്കാനുകൾ കൃത്യമായി മനസ്സിലാക്കണം. കാരണം ഇത് അടിസ്ഥാനപ്പെടുത്തിയിട്ട് തഷ്ബീഹിന്റെ ധാരാളം ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. വജ്ഹു ഷബഹ് പറഞ്ഞത് കളഞ്ഞത്, അദാത്ത് പറഞ്ഞത് കളഞ്ഞത് എന്നടിസ്ഥാനപ്പെടുത്തിയിട്ട് തഷ്ബീഹിന്റെ ഇനങ്ങൾ വരുന്ന സമയത്ത് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മുഷബ്ബഹ്, മുഷബ്ബഹ് ബിഹി, അദാത്തു തഷ്ബീഹ്, വജ്ഹു ഷബഹ് എന്നത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അഗ്റാദു തഷ്ബീഹ്, തഷ്ബീഹിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഒരു വസ്തു മറ്റതിനെ പോലെയാണ് എന്ന് നമ്മൾ പറയുന്നത്. ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടും പല ചോദ്യങ്ങൾ വരുന്നുണ്ട്. ചില ഉദാഹരണങ്ങൾ കൊടുത്തിട്ട് ഇതിൽ എന്ത് ഗറളാണ് തഷ്ബീഹിന് വേണ്ടി ഉണ്ടായിരുന്നത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കപ്പെടാറുണ്ട്. ഒന്നാമത്തത് ബയാനു ഇംകാനിൽ മുഷബ്ബഹ്, മുഷബ്ബഹ് സാധ്യമാണ് എന്ന് വിശദീകരിക്കൽ. മുഷബ്ബഹ് സാധ്യമാണ്, അത് പോസിബിൾ ആണ് എന്ന് വിശദീകരിക്കൽ ആയിരിക്കാം ചിലപ്പോൾ ഈ തഷ്ബീഹിന്റെ ലക്ഷ്യം. അതിനൊരു ഉദാഹരണം വകം അബിൻ ഖദ് അലാ ബിബിനിൻ ദുറാ ശറഫിൻ കമാ അലാ ബിറസൂലില്ലാഹി അദ്നാനു. വകം അബിൻ, എത്രയെത്ര പിതാക്കന്മാരാണ് ഖദ് അലാ ബിബിനിൻ ദുറാ ശറഫിൻ, തൻ്റെ മകൻ കാരണത്താൽ വലിയ ഉന്നതികളിൽ എത്തിച്ചേർന്നത്. മകൻ കാരണത്താൽ ഉന്നതികളിൽ പിതാവ് എത്തിച്ചേരുക എന്നുള്ളത് സാധ്യമാണോ എന്ന ഒരു സംശയം ഉണ്ടാകാം. ആ വാപ്പ കാരണം മക്കൾക്ക് അഭിമാനം ലഭിക്കുന്നു എന്നത് സ്വാഭാവികതയാണ്. പക്ഷെ മക്കൾ കാരണം പിതാവിന് അഭിമാനവും ഷറഫും ലഭിക്കുക എന്നത് സാധ്യമാണോ എന്ന ഒരു സംശയമുണ്ട്. അപ്പോൾ ബയാനു ഇംകാനിൽ മുഷബ്ബഹി, അത് സാധ്യമാണ് എന്ന് വിവരിക്കുകയാണ് കവി. കമാ അലാ ബിറസൂലില്ലാഹി അദ്നാനു, റസൂലുള്ള എന്ന നബിയെ കൊണ്ട്, നബിയുടെ പിതാമഹനായ അദ്നാനിന് പദവിയും ഷറഫും ലഭിച്ച പോലെ പ്രവാചകന്റെ പരമ്പരയിൽ പിതാക്കന്മാരിൽപ്പെട്ട ഒരാളായതുകൊണ്ട് അദ്നാൻ എന്നത് എപ്പോഴും വാഴ്ത്തപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുന്ന ഒരാളായി മാറി. അപ്പോൾ മകനെ കൊണ്ട്, പേരക്കുട്ടിയെ കൊണ്ട് പിതാവിന് മഹത്വം ലഭിക്കുന്നു, അത് സാധ്യമാണ് എന്നാണ് ഈ ഒരു തഷ്ബീഹിലൂടെ കവി ഉദ്ദേശിക്കുന്നത്. വകം അബിൻ ഖദ് അലാ ബിബിനിൻ ദുറാ ശറഫിൻ കമാ അല, ഇവിടെ അദാത്തു തഷ്ബീഹ് ഏതാണ്? കമാ, പോലെ. കമാ അലാ ബിറസൂലില്ലാഹി അദ്നാനു. രണ്ടാമത്തെ ഉദാഹരണം ബയാനു ഹാലിഹി, മുഷബ്ബഹിന്റെ അവസ്ഥ വിശദീകരിക്കുക. ഈ മുഷബ്ബഹി എങ്ങനെയാണ്, അതിന്റെ അവസ്ഥ എന്താണ് എന്ന് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ മുഷബ്ബഹ് ബിഹിയോട് തഷ്ബീഹ് ചെയ്തിട്ടുള്ളത്. അതിന്റെ ഒരു ഉദാഹരണം കഅന്നക ശംസുൻ വൽ മുലൂകു കവാകിബു ഇദാ ത്വലഅത് ലം യബ്ദു മിൻഹുന്ന കൗകബു. രാജാവിനോട് മുഖത്ത് നോക്കി പറയാണ്, രാജാവേ, കഅന്നക ശംസുൻ, താങ്കൾ സൂര്യനെ പോലെയാണ്, വൽ മുലൂകു കവാകിബു, ബാക്കിയുള്ള രാജാക്കന്മാരൊക്കെ നക്ഷത്രങ്ങളാണ്, താങ്കൾ സൂര്യനും സൂര്യനെ പോലെയാണ്, താങ്കളുടെ ചുറ്റുവട്ടത്തുള്ള മറ്റു രാജാക്കന്മാരൊക്കെ നക്ഷത്രങ്ങളെ പോലെയാണ്. എന്താണ് അതിൻ്റെ ഉദ്ദേശം? ഇദാ ത്വലഅത്ത്, സൂര്യൻ ഉദിച്ചിട്ടുണ്ടെങ്കിൽ ലം യബ്ദു മിൻഹുന്ന കൗകബു, പിന്നെ ഒരു നക്ഷത്രവും ബാക്കിയാവുകയില്ല. പകല് നോക്കിയിട്ടുണ്ടെങ്കിൽ ആകാശത്ത് ഒരു നക്ഷത്രത്തെയും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അതിനർത്ഥം
താങ്കളും അതുപോലെയാണ്. താങ്കൾ ഒരു സദസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ കൂടുതൽ ആദരിക്കപ്പെടുന്നതും ബഹുമാനിക്കപ്പെടുന്നതും താങ്കളാണ്. മറ്റെല്ലാവരും അപ്രസക്തരായി മാറും. സൂര്യൻ ഉദിക്കുന്ന സമയത്ത് മറ്റു നക്ഷത്രങ്ങളൊക്കെ അപ്രസക്തമാകുന്നത് പോലെ ബയാനു ഹാലിഹി, ഈ രാജാവിൻ്റെ അവസ്ഥ, മറ്റാളുകൾക്കിടയിൽ രാജാവിൻ്റെ സ്ഥാനവും അദ്ദേഹത്തിൻ്റെ അവസ്ഥയും വിശദീകരിക്കുക എന്നതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ സൂര്യനും മറ്റു നക്ഷത്രങ്ങളും എന്നുള്ള ഒരു ഉദാഹരണം തശ്ബീഹായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. മൂന്നാമത്തെ പർപ്പസ് തസീനുൽ മുഷബ്ബഹി, മുഷബ്ബഹ് ബിഹിയെ പ്രകീർത്തിക്കുക, മുഷബ്ബഹ് ബിഹിയെ സൗന്ദര്യവൽക്കരിക്കുക എന്നതാണ്. അതിൻ്റെ സൗന്ദര്യം വിശദീകരിക്കുക എന്നതാണ് മൂന്നാമത്തെ ഒരു ലക്ഷ്യം. അപ്പോൾ അതിനെ മഹത്വവൽക്കരിക്കുക, അതിനെ മദ്ഹ് പറയുക ഒക്കെ ഇതിൽപ്പെടും. മദത്ത യദൈക നഹ്വഹു മുഹ്തിഫാഅൻ കമദ്ദിഹിമാ ഇലൈഹിം ബിൽ ഹിബാത്തി. രാജാവ് ഇദ്ദേഹം ആരെക്കുറിച്ചാണോ ഈ മദ്ഹ് ചെയ്ത് പറയുന്നത്, അദ്ദേഹം കുരിശിലേറ്റപ്പെട്ടിട്ടുണ്ട്. കുരിശിലേറ്റപ്പെട്ടിട്ട് രണ്ട് കൈകളും ഇങ്ങനെ നീട്ടി കുരിശിൽ ഏറി നിൽക്കുന്ന ഈ ഒരാളെ പ്രകീർത്തിച്ചുകൊണ്ട് കവി പറയുകയാണ്, മദത്ത യദൈക, താങ്കളുടെ രണ്ട് കൈകളും ഇങ്ങനെ കുരിശിൽ ഏറി നിൽക്കുന്ന സമയത്ത് രണ്ട് കൈകളും നീട്ടിയിട്ടാണ് നിൽക്കുന്നത്. നഹ്വഹും, ജനങ്ങൾക്ക് നേരെ, ഇഹ്തിഫാഅൻ, അങ്ങേയറ്റം കൈ നീട്ടിയിട്ടുണ്ട്. അങ്ങേയറ്റം കൈ നീട്ടാവുന്നത്ര നീട്ടിയിട്ടാണ് താങ്കൾ കുരിശിലേറിയിട്ടുള്ളത്. കമദ്ദിഹിമാ ഇലൈഹിം ബിൽ ഹിബാത്തി, താങ്കൾക്ക് ജീവനുണ്ടായ സമയത്ത്, താങ്കൾ ജീവിച്ചിരുന്ന സമയത്ത് ജനങ്ങൾക്ക് താങ്കൾ ഔദാര്യം കൊണ്ട്, ധർമ്മം ചെയ്തുകൊണ്ട് താങ്കളുടെ കൈ എപ്പോഴും നീട്ടിയിരുന്നല്ലോ എന്നതുപോലെ താങ്കൾ മരണപ്പെട്ട സമയത്തും കുരിശിലേറിയ സമയത്തും തൻ്റെ രണ്ട് കൈകളും നീട്ടിയിരിക്കുകയാണ്. അപ്പൊ കുരിശിലേറ്റപ്പെട്ട സമയത്ത് കൈ നീട്ടിയതിനെ അദ്ദേഹം തശ്ബീഹ് ചെയ്യുന്നത് ജീവിച്ചിരിക്കുന്ന സമയത്ത് ദാനധർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് കൈ നീട്ടിയ പോലെയാണ് എന്നതാണ്. ഈ കവിതയുടെ ഉദ്ദേശം എന്താണ്? അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് ധാരാളം ധർമ്മങ്ങൾ ചെയ്ത ആളായിരുന്നു, നല്ല ഒരാളായിരുന്നു. അദ്ദേഹത്തെ തസീനുൽ മുഷബ്ബഹ്, മുഷബ്ബഹിനെ മഹത്വവൽക്കരിക്കുക, മദ്ഹ് പറയുക എന്നതാണ് ഇതിൻ്റെ അർത്ഥം. തസീനുൽ മുഷബ്ബഹ് അല്ലെങ്കിൽ മദ്ഹ് എന്നും പറയാവുന്നതാണ്. ഇനി നാലാമത്തേത് തഖ്ബീഹുൽ മുഷബ്ബഹ്. ഇത് അതുപോലെയാണ് എന്ന് പറയുമ്പോൾ അതിനെ മോശമാക്കാൻ വേണ്ടിയിട്ടും അങ്ങനെ പറയാമല്ലോ. ഒരു മോശപ്പെട്ട വസ്തുവിനോട് തശ്ബീഹാക്കിയിട്ടുണ്ടെങ്കിൽ മോശമായിരിക്കും. വതഫ്താഹു ലാ കാനത് ഫമൻ ലൗ റഅയ്തഹു തവഹംതഹു ബാബൻ മിനൻ നാരി യുഫ്തഹു. കവി തൻ്റെ ഭാര്യയെക്കുറിച്ച് പറയുകയാണ്. വതഫ്താഹു ഫമൻ, വതഫ്താഹു, അവളുടെ വാ തുറക്കും, ലാ കാനത്ത്, വായ തുറക്കാതിരിക്കട്ടെ, വതഫ്താഹു ലാ കാനത്ത്, തുറക്കാതിരിക്കട്ടെ, തുറക്കും, ഫമൻ, വായ തുറക്കും, ലൗ റഅയ്തഹു, ആ വായ നീ കാണുകയാണെങ്കിൽ, തവഹംതഹു, നീ ധരിച്ചു പോകും, ബാബം മിനന്നാരി യുഫ്തഹു, നരകത്തിന്റെ ഒരു വാതിൽ തുറക്കപ്പെട്ടു എന്നാണ് നീ അത് കാണുന്ന സമയത്ത് വിചാരിക്കുക. തൻ്റെ ഭാര്യയുടെ വായെ തുറക്കുന്നതിനെ നരകത്തിൻ്റെ ഒരു വാതിൽ തുറക്കുന്നതിനോട് സമാനമാക്കുന്നത് തൻ്റെ ഭാര്യയെ ഇവിടെ വിശേഷിപ്പിക്കപ്പെടുന്ന മുഷബ്ബഹിനെ മോശമാക്കാൻ വേണ്ടിയിട്ട് അപകീർത്തിപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടെയാണ് ഈ ഒരു തശ്ബീഹ് നടന്നിട്ടുള്ളത്. അപ്പോൾ തശ്ബീഹിൻ്റെ അഗ്റാദുകളിൽ പ്രധാനപ്പെട്ട 4 നമ്മൾ പറഞ്ഞത്. തസീനുൽ മുഷബ്ബഹ്, തഖ്ബീഹുൽ മുഷബ്ബഹ്, ബയാനു ഇംകാനിൽ മുഷബ്ബഹ്, ബയാനു ഹാലിൽ മുഷബ്ബഹ് എന്നിവയൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്തത് ആമുഖമായിട്ട് തശ്ബീഹിനെ കുറിച്ചാണ്. തശ്ബീഹിൻ്റെ ഡെഫിനിഷൻസ് പറഞ്ഞു, എന്താണ് തശ്ബീഹ്, പിന്നെ അർക്കാനു തശ്ബീഹ് വിശദീകരിച്ചു, 4 മുഷബ്ബഹ്, മുഷബ്ബഹ് ബിഹി, അദാത്തു തശ്ബീഹ്, വജ്ഹു ശബഹ്, അഗ്റാദു തശ്ബീഹ്, പ്രധാനമായുള്ള 4 പർപ്പസുകളാണ് തശ്ബീഹിൻ്റേത് നമ്മൾ വിശദീകരിച്ചത്. ശുക്രൻ ലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.